US വിപണിക്കുള്ള ഐഫോൺ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്കിന്റെ വെളിപ്പെടുത്തൽ. ആപ്പിളിന്റെ നിർമ്മാണ മാറ്റത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വിമർശിച്ചിട്ടും കഴിഞ്ഞ പാദത്തിൽ, അതായത് രണ്ടാം പാദത്തിൽ US വിറ്റഴിച്ച മിക്ക ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന വാർത്ത വലിയൊരു വളർച്ചയുടെ സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2025 ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചത് ഏകദേശം 52,500 കോടി രൂപയുടെ ഐഫോണുകളാണ്. മുൻ വർഷം ഇതേ കാലത്തെ $320 കോടി അപേക്ഷിച്ച് 82% വളർച്ച. ആപ്പിളിന്റെ ഇന്ത്യയിലെ കരാർ ഉത്പാദകർ സർക്കാരിന് കൈമാറിയ കണക്കുകൾ പ്രകാരമാണിത്. US വിപണിയിലെ ഐഫോൺ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്നുവെന്നും അതേസമയം ചൈന, US ഇതര മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കുക്ക് പറഞ്ഞു. മാക്ബുക്കുകൾ, ഐപാഡുകൾ, ആപ്പിൾ വാച്ചുകൾ തുടങ്ങിയ മറ്റ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ US വിപണിയിലേക്ക് എത്തുന്നത് പ്രധാനമായും വിയറ്റ്നാമിൽ നിന്നാണെന്നും മറ്റു രാജ്യങ്ങൾക്കായുള്ള ഉൽപ്പന്നങ്ങളുടെ ഭൂരിഭാഗവും ചൈനയിൽ നിന്നാണ് വരുന്നതെന്നും ആപ്പിൾ സിഇഒ പറയുന്നു. അമേരിക്കൻ ഉപഭോക്താക്കൾക്കായി ആപ്പിൾ ഇന്ത്യയിൽ ഐഫോണുകൾ നിർമ്മിക്കുന്നതിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എതിർത്തിരുന്നു. അടുത്തിടെയായി ഇന്ത്യയുടെ വ്യാപാര യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് 25% തീരുവ പ്രഖ്യാപിച്ചു. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഇപ്പോൾ പരസ്പര താരിഫുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ ഇതിന് മാറ്റം വരുമെന്ന് വിദഗ്ധർ പറയുന്നു. ഉത്പാദന അടിത്തറ എന്ന നിലയിൽ മാത്രമല്ല, വളരുന്ന വിപണി എന്ന നിലയിലും ആപ്പിളിന് ഇന്ത്യയിലുള്ള പ്രതീക്ഷ അധികമാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഐഫോൺ വിൽപ്പനയിൽ നിന്ന് ആപ്പിളിന് റെക്കോർഡ് വരുമാന വളർച്ചയുണ്ടെന്ന് ആപ്പിൾ സിഇഒ തന്നെ പറയുന്നത് ഇതിന് തെളിവാണ്. ആഗോളതലത്തിൽ ആപ്പിൾ ത്രൈമാസ വരുമാനത്തിൽ 10% വർധനവ് രേഖപ്പെടുത്തി $94 ബില്യൺ ജൂൺ പാദത്തിൽ ആപ്പിൾ റെക്കോർഡ് വരുമാനം നേടിയ 2 ഡസനിലധികം രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ സ്റ്റോറുകൾ തുറന്ന് ഇന്ത്യയിൽ തങ്ങളുടെ റീറ്റെയിൽ സാന്നിധ്യം വികസിപ്പിക്കാനും ആപ്പിളിന് പദ്ധതിയുണ്ട്. ഇന്ത്യയുടെ ഐഫോൺ കയറ്റുമതിക്ക് വരാനിരിക്കുന്നത് നല്ല കാലമാണോ എന്നത് ഇനിയും വ്യക്തമല്ല. കാരണം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഐഫോണുകൾക്ക് US താരിഫ് ചുമത്താനുള്ള സാധ്യതയുണ്ട്. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ US ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സുകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും. ഇത് ഇറക്കുമതി നികുതി ചുമത്താൻ ഇടയാക്കും. അങ്ങനെ വന്നാൽ അത് ആപ്പിളിന് ഇന്ത്യയിലെ ഉൽപാദനം കുറയ്ക്കാനോ US ഉപഭോക്താക്കൾക്കുള്ള വില ഗണ്യമായി വർദ്ധിപ്പിക്കാനും നിർബന്ധിതരാക്കും.